ഹായ് ഗായ്സ്, അങ്ങനെ വൈകുന്നേരം ഒരു 5:30 ആയപ്പോത്തിന് ഞങ്ങൾ അവിടെ ദുബായ് കറാമയിൽ എത്തിയിട്ടാണ്. എന്തായാലും 2 ബസ്സൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ബസ് സ്റ്റാൻഡാണ്, കറാമ ബസ് സ്റ്റാൻഡ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കാണാൻ വന്ന നവാസും നിഷാദും ഇവിടെ തന്നെ ഉള്ളത്. നവാസ് അവൻ്റെ ഫാമിലി ആയിട്ടാണ് അവിടെ ഉള്ളത്. ഇങ്ങനെ നമ്മൾ അവരിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, അവരിതുവരെ കിട്ടിയിട്ടില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ദുബായ് ഫ്രെയിമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നവാസും അവൻ്റെ വൈഫും കൂടി പുറത്താണെന്ന് പറഞ്ഞത്. ഞങ്ങളപ്പോൾ ഇതിനൊന്ന് പള്ളിയിൽ കയറിയിട്ട് വരാം. നിഷാദിനെ അതേപോലെ വിളിച്ചിട്ടുണ്ട്, പക്ഷേ അത്തൻ്റെ ഇതുവരെ ആയിട്ട് റൂമൊന്നും ഇറങ്ങിയിട്ടില്ല, കിടന്നുറങ്ങാനാണ്. പള്ളിക്കൽ എത്തിയപ്പോഴാണ് ഇതേ നോക്കി പള്ളീൻ്റെ മുന്നിൽ മൊത്തം ഈത്തപ്പയം, ഈ സൈഡ് മൊത്തം ഉണ്ട് കേട്ടോ. കണ്ട ഈത്തപ്പയം കണ്ട കൊല ആച്ചിട്ട് നിൽക്കണം. അതിൻ്റെ അടിയിൽ പൈത്തത് വീണെടുക്കണുണ്ട്. അതവിടെ സ്റ്റോക്ക് ചെയ്ത് അടങ്ങ് നിന്നോളൂ. അവസാനം ഈ നിഷാദിനെ തിരഞ്ഞ് ഓൻ്റെ റൂമിൻ്റെ താഴെ വരെ പോയി നിൽക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഈ ചങ്ങായിനെ റൂമിൽ നിന്ന് ഇറക്കി. എന്നിട്ട് ഞങ്ങളിത് നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നവാസും ഫാമിലിയും ബാക്കിൽ നടന്നു വരുന്നുള്ളൂ. ഞങ്ങൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. ഇവിടെ അബുദാബിത്തെ മാതിരില്ല കേട്ടോ, കുറച്ചും കൂടി സ്പെഷ്യൽ കടികളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ചിട്ട് ഇവിടെ കുറച്ചു നേരം വൈബടിച്ച് സംസാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അല്ല, ഇതൊക്കെയാണ് മറ്റേ ഇത് എന്താ പറയാ മലബാർ പ്ലേറ്റ് ഇതാണ്. പിന്നെ മലബാർ പ്ലേറ്റോ ഇതന്നെ പുതിയതല്ലേ, മലബാർ ടിഫിൻ ഹൗസ്. അവിടെ മറ്റേ സെർവ് ചെയ്യണോ മറ്റേ മറ്റേ വെള്ള മറ്റേ പാത്രമാല പോലെ വെള്ളം മുണ്ടും ഇതൊക്കെ ഇട്ട് തട്ടൊക്കെ പെണ്ണുങ്ങളോ. വെരി നൈസ്. ഇപ്പൊ അങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെ എത്ത മയമലി വണ്ടി ഒന്ന് കേക്കൂടെ? വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി തുടക്കേണ്ടി വരും. വീഡിയോ എടുക്കും ഞാൻ. വണ്ടി എടുക്കും. ഇത് കുറച്ച് മാൻ മാളല്ലേ, പേരില്ലാത്ത അൽവാദ മാൾ ഇതിനും കാട്ടില്ല ഇറങ്ങി. ഞങ്ങൾക്ക് 4-5 5 തട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ അബുദാബി. അതിൽ നമുക്ക് മറ്റേതുണ്ട്, ഡിന്നർ അങ്ങനത്തെ. പൈസ എടുത്തിട്ട് എത്ര റൗണ്ട്സ്? 49 ബുക്ക് ചെയ്യണം ഫസ്റ്റ്. ഇതാണ് മറ്റേ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സ്ഥലം ദുബൈയിലെ. എന്റെ ഇൻസ്റ്റയിൽ ഇതില്ല. എടാ എനിക്ക് ഇൻസ്റ്റയിൽ ഇത് വേണമെന്നാല് നമുക്ക് എടുത്താലോ? എനിക്കും വേണം ഇവിടെ ഇൻസ്റ്റയില്. ഇങ്ങനത്തെ ഈ പെരന്റെ പിന്നെ ചമ്രമ്പടിയിൽ അണ്ടർഗ്രൗണ്ട് പോലെ ഉള്ളിക്കാണ്ട് പോകാനില്ലല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് പോപ്പോ? ഓ, അത് ഞാൻ അറിയില്ല. ഞാൻ ഇങ്ങോട്ടാണ് പോണത് നമ്മൾ അറിഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു ഇതിലെങ്ങനെ പോകണ്ട്, കൊറേ പോയി വേറെ സ്ഥലത്തേക്ക് പോണത്. ഞാൻ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം മൂവ് ആവണില്ല. നല്ല അടിപൊളിയായിപ്പോ. ഇവിടേക്ക് എന്താ പറയാ? ഇവിടേക്ക് എന്താ പറയാടാ? ഇവിടേക്ക് എന്താ പറയാ? ഗോഡോ ഗോവേ. ഇവിടേക്ക് എന്താ പറയാ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്താ വണ്ടി പറഞ്ഞോളൂ. എല്ലാവർക്കും ഞാൻ നാട്ടിൽ കൊണ്ടുവന്നത് ഈ സാധനം. ഇവിടെയാണ് കൂടുതൽ ആൾക്കാരും ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ടൊക്കെ നടത്താം. അപ്പുറത്ത് കുറച്ച് ആൾക്കാർ താളടുന്നുണ്ട്, പോയൊക്കെ. ടീം ഇത് ടിപ്പ് ഒന്നല്ലേ, വേറെ സംഭവം രസമുണ്ട്. ഞങ്ങൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിളങ്ങണ, ഇവിടെ ഫുൾ പഞ്ചാബിയാണ്. ഇവിടെ ഒരു ഷോപ്പാണ് ചോക്കി ധാനി.
ഫുൾ ഇതാട്ടോ. ഇതിലൊക്കെ ഇങ്ങനെ നടന്ന് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. വാവ്, ബ്യൂട്ടിഫുൾ വ്യൂ. പഴയ കപ്പലുകളാണ്, മരക്കപ്പലുകൾ. ഇതാണ് അൽസീഫിലെ ഒരു ഭാഗം, മരക്കപ്പൽ. ഇതൊക്കെ വർക്കിംഗ് ആയി ബോട്ടൊക്കെ മരത്തിൻ്റെ അല്ലേ? നല്ല രസമല്ലേ? അൽസീഫിൻ്റെ വ്യൂ നല്ല രസം. മോനെ വളരെ 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 ബ്യൂട്ടിഫുൾ. എനിക്ക് പേരത്ത് ഇഷ്ടപ്പെട്ട, എനിക്ക് ഈ കപ്പൽ ഇഷ്ടപ്പെട്ട. നല്ല രസം ഇവിടെ ശരി. ഇവരോടെ എത്തിയ എന്നെ ഒറ്റക്കിട്ട് പോയി. ഓലിത് ഡെയിലി കണ്ടുകൊണ്ട് ഒലിക്ക് വിഷയമില്ല. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് കണ്ടിട്ട് തീരുന്നില്ല. സ്റ്റെപ്പ് കയറിയിട്ടോടെ എന്താ സംഭവം എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും പെട്ടെന്നൊന്നും കണ്ടാൽ തീരില്ല. ഇത് സമയമെടുത്ത് കാണണം. ആമ റൈറ്റ് മിസ്റ്റർ നവാസ്? ഇല്ല, ഞാൻ അടുത്തില്ല. എന്ന് പറയുമ്പോൾ മുത്തുച്ചാമിയാണോ? അതുപോലെ ഇവിടെ നല്ല ആർട്ടുണ്ട്. ഇവിടെ രാത്രിയോ പകലോ അങ്ങനത്തെ ഇതൊന്നുമില്ല, ഫുൾ ടൈം ഷൂട്ട് നടന്നുകൊണ്ട് വേണ്ട. അവിടെ എല്ലാ ഭാഗത്തും അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് കുറേ മോഡൽ ഷൂട്ടിങ്, പല പല ടൈപ്പ് ഷൂട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഈ ഒരു ചുമരുകൾ, ഈ ഡോറുള്ള പ്ലേസസ് നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷേ ഈ നൈറ്റ് ഫോട്ടോ എടുക്കാൻ എനിക്ക് അത്ര വലിയ, പിന്നെ ഞാൻ ഫോട്ടോസ് എല്ലാം എടുക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോട്ടോസ് എടുത്തിട്ടുമില്ല. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കപ്പലുകൾ, ആ ബോട്ടുകളാണ്. അതാ കനാലിൻ്റെ ആ സൈഡ് പോയിട്ട് ഇങ്ങനെ നിൽക്കണം, ഭയങ്കര രസമാണ്. ബോട്ടുകൾ ഇങ്ങനെ കണ്ടിങ്ങനെ കാണിച്ചുതരാം. നമ്മുടെ സ്വീകരണ സ്ഥലത്ത് ഡാൻസും പാട്ടും ഐസ്ക്രീം കറക്കലും. ഐസ്ക്രീം അങ്ങനെ ഒരു നല്ല സ്ഥലം കിട്ടിയപ്പോഴാണ് ഇവിടെ മയമാലി പോസിങ്ങിലായി ഇറങ്ങിയിരിക്കുന്നു. ഫോട്ടോഗ്രാഫർ നിഷാദ എടുത്തുകണ തമ്പുരാനറിയാം. നല്ല അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ അവിടെ. യാ മോനെ, സീ ദ പ്ലേസ്, മാഷാ അല്ലാഹ്. രസമുണ്ട് ഇവിടുത്തെ ആർട്ടൊക്കെ കാണാൻ. ഒരിടത്തില്ലോ മിക്കവാറും ഇതിൽ കൂടി കയറാൻ പാടില്ലേ. എവിടെ നിർത്തല്ല, പോയിക്കൊണ്ടിരിക്കും. എടാ ഇതെന്തോ പയ്യെ ജഗ്ഗാണ്. ഇതെന്ത് ജഗ്ഗ? എന്തിനാന്നറിയാം. ഇതൊക്കെ വെള്ളം. ഇവിടുത്തെ വേറൊരു വ്യൂ. ഇവിടെ ഓതറൈസ്ഡ് പേഴ്സൺ ആട്ടോ, കൊണ്ട് പോകാൻ പറ്റില്ല. നല്ല രസമുണ്ട് വ്യൂ ആണ്. ഈ സൈഡും കൂടി ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കാം നാട്ടിലുള്ള ഹംക്കാൾക്ക്. നല്ല രസമുണ്ട്. ഇത് കണ്ട അടിപൊളി കപ്പൽ പോകുന്നുണ്ടോ, കളർഫുൾ കപ്പൽ. ഉള്ളിൽ സൂം ചെയ്തിട്ട് നോക്കുമ്പോൾ കിച്ചണുണ്ട്. അതേപോലെ ഇതിൽ നോക്കുമ്പോൾ വേറെ ഫുൾ എൻജോയിങ് ആയിട്ടാണ്. ഇതാണ് അൽസീഫിലെ കാണാൻ ഭയങ്കര രസമാണ്. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞങ്ങൾ നവാസിൻ്റെ സ്നൂക്കർ പോയിന്റിലേക്ക്, ഞങ്ങളുടെ അടുത്ത സ്വീകരണ സ്ഥലം സ്നൂക്കർ പോയിന്റിലേക്ക് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ പോണോ?
ഇത് ഫുള്ള് ക്ലബ്ബുകളല്ലേ? നമ്മളിപ്പോൾ പോണത് നവാസിൻ്റെ ക്ലബിലേക്കാണ്. ഇപ്പോൾ ഈ ഏരിയ ഫുള്ള് ക്ലബ്ബുകളാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഗൾഫിൽ ഒരു ക്ലബിലേക്ക് പോകുന്നത്. ഇത് പാർക്കിംഗ് ഒന്നല്ല, ഇതല്ലേ, ഇത് ലംബു അല്ല, ഇതേതാ വാഹനം? ഏതൊരു വാഹനം? ഇതാണ് നവാസിൻ്റെ സ്പോർട്സ്, മാക്യു സ്പോർട്സ്. ഇതാണോ ഇതിൽ സെയിൽസിൽ വർക്ക് ചെയ്യണത് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നവാസ് മുതലാളിയുടെ ക്ലബിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. നവാസിന് ആരാധകരുണ്ടോ? എൻട്രൻസ് ഇതാണ് നവാസിൻ്റെ ഏരിയ. നമ്മൾ ഞങ്ങളുടെ ഫുള്ള് സെറ്റാക്കുന്നുണ്ട്. മുതലാളിയല്ലേ? ഈ ഒരു മുതലാളി തന്നെയല്ലേ? ഇതിലുണ്ടോ? ഓ, ഇതിലുണ്ട് കേട്ടോ 3 അല്ലെങ്കിലും അപ്പം ഇല്ല. ഉണ്ടോ? ആ, ഈ ടേബിളിന് എത്ര വെയിറ്റ് എന്നോ? റൈറ്റോ? ഇതിന് കളി അടുപ്പിച്ചിട്ടെങ്കിൽ ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്യണം. ഇതിലിങ്ങനെ വേറെ നിയമങ്ങളൊന്നും ഇല്ല സെറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് പഠിച്ചിരിക്കാം. ഭയപ്പെടുത്തിക്കളഞ്ഞു. ഈ ബോൾ ടച്ച് ചെയ്തുകൊണ്ട് അടുത്ത ബോൾ അത് ജസ്റ്റ് അത് ഞാൻ ഇഷ്ടം അത് ബോൾ സ്ലിപ്പ് ആവണേ. സിംഗിൾ ബോൾ മറ്റേ ബോൾ മറ്റുണ്ട. അതായത് ബോളതാ ഒരേ കളറുള്ള അത് ചിട്ട് കഴിഞ്ഞാല് പിന്നെ അതിന്റെ കളർ മാത്രമാവും. അതിന്റെ സിംഗിൾ പിന്നെ ബാക്കി ഇങ്ങനെ പിടി കുറച്ച് മുന്നിൽ കൂടി വടി കുറച്ച് മുന്നിൽ കൂടി ഇടാം. ആദ്യം നേരെ ഒക്കെ ഈ ബോൾ അങ്ങോട്ട് നോക്കിയാൽ എവിടെ കുത്തിയാൽ മതി. ഇപ്പൊ എവിടെ കുത്തിയാലും മതി. പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ കുത്താൻ പറ്റുമോ? വലിയ ആൾക്കാരെ നോക്ക്, വലിയ ആളുകളുടെ പറ്റുമോ? കളി നോക്കി കളി പഠിച്ചോ. കിട്ടാ ഓൻ കളിക്കുന്നത് ശ്രദ്ധിച്ചോ. അല്ല, ഇത് അടിച്ചിട്ട് മൂത്തൊന്നും ഇട്ടാൻ പറ്റില്ലല്ലോ. പഠിച്ചതിനായിട്ട് ഇങ്ങനെ എന്നെ പിന്നെ ആരും ഞാൻ എല്ലാത്തിനും അങ്ങനെ തന്നെ പിന്നെ ആരും ശേഷം നിന്റെ പറയാം അതിലൊക്കെ നീ മഞ്ഞണ്ട് ആ ഡബിൾ കളർ മൊത്തം ഇതിങ്ങനെ നീക്കൊണ്ട് 3-5 കഴിഞ്ഞു.
ഓ ഡബിളല്ലാത്തത്. ഓക്കെ ഓക്കെ. ഇതിങ്ങനെ മറ്റേ ഈ വീഡിയോ എടുക്കുന്ന പറ്റില്ല. ഇതൊക്കെ ഇടാ പറഞ്ഞാല് ഈ സാധനം ചായക്കാൻ പോകല്ലേ ഇതിന്റെ കുറച്ച് ഇതൊന്നും സെറ്റാക്കി കഴിക്കാം. കൊച്ചിന് വൈഡാ നവാസിന്റെ ഭാഗത്ത് നിൽക്കണം. നവാസിന്റെ ഭാഗത്ത് നിൽക്കേ. അപ്പൊ ഇതിപ്പോ ഫൗള് മനസ്സിലായ ഇത് പഠിക്കണം പഠിക്കുമ്പോ അങ്ങനെ കണ്ടിട്ടുണ്ടോ? മനസ്സിലായി. അപ്പൊ ആദ്യം ഇത് ക്യാരംസ് കളിക്കൂലേ? ആ ബോൾ കണ്ടില്ലേ? റെഡ് ആണ്. അതിന്റെ പൊസിഷനാണ്. അതിന് ലെഫ്റ്റ് റൈറ്റോ അടിച്ചിട്ടുണ്ടെങ്കിൽ ബോൾ എവിടെ അത് വീണാൻ പോകും. ആ മൂല അടിക്കല്ലേ? വീടെടുക്കട്ടെ അടിക്കില്ലേ? സെൻട്രൽ സെൻട്രലായി നീ അടിക്കണേ. ഈ നീലടിച്ചോണ്ട് നേരെ പോകട്ടോ. കാണുന്നുണ്ടെങ്കിൽ പഠിക്കുന്നുണ്ടോ? ഞാൻ ലാഗല്ല. നീലടിച്ചോ അത് വേറെ പോകണ്ടോ? എല്ലാം പോയി അടിയാ. സ്റ്റിക്ക് ഇങ്ങനെ ഇളക്കുക. സ്റ്റിക്ക് സ്ട്രൈറ്റ് പിടിക്കണം. ഇങ്ങനെ ഇളക്കണ്ട്. മറ്റേ വണ്ടിയിലെ ഗീറാടുന്ന എപ്പോഴും താറും. അന്റെ ഈ താറിന്റെ നേർക്ക് വരണം. നീ അങ്ങനെ അടിക്കുമ്പോൾ സ്ട്രൈറ്റ് വരണം. ഓടട്ടെ സംഭവം തീർക്കുക. വീഡിയോ കൊടുക്കണ്ടേ? ഞാൻ കോൺഫിഡന്റാ. ഞാൻ പറയാം ഞാൻ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോവാണ്. പടി പിടിക്കുന്നത് ശരിയാ. അത് ഇന്ത്യയിലെ പോയത് തൊപ്പിയോണ്ട് അത്രയും നേരം അങ്ങനെ ആയത്. അത് വീഡിയോ തൊപ്പിങ്ങനാക്കണൊക്കെ ഞാൻ മഞ്ഞ എക്സ്പീരിയൻസ് പ്ലെയർ ആയി പോ. ഹലോ ഗൈസ്, ജ്യൂസ് കുടിക്കുന്ന ഹിലു അടുത്ത കളിക്ക് വേണ്ടി നോക്കി നിൽക്കുന്നു. ഞാനിങ്ങനെ മറ്റേ വലിയ ആൾക്കാരെ നോക്കി കാണുമല്ലോ, വീക്ഷണ രേഖ. അത് ആദ്യമായിട്ട് പുള്ളിക്കാൻ കുഞ്ഞാ ഓണക്കാ സാധനം ഡിമിലാക്കണ്ട. ഇന്ത്യയിൽ 2 കളറല്ലേ? പച്ചടാൻ പോണേ. ആയിക്കോട്ടെ. അടി വരുന്നുണ്ട്, ഞാൻ വരുന്നു.
ഇതിൽ വരും ആ പോയിന്റ് ഈ പോയിന്റ് വരണം ഈ പ്രതികൾ ഒപ്പിച്ചു വെച്ചത് ആ ടേബിൾ വില കൂടിയ ടേബിൾ മറ്റേക്ക് 10,000 15,000 രൂപ അതിന് 35 23 അടുത്തതായി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് സംസം റെസ്റ്റോറൻറ്റിലേക്ക്. ഉസ്മാനില്ല, ഞങ്ങളെ പഴയ കൂട്ടുകാരൻ മിസ്റ്റർ ഉസ്മാൻ. വൃത്തിയായിട്ടുണ്ട് ഉസ്മാനെ. ഉസ്ബെക്കിസ്ഥാൻ. ഉസ്മാൻ്റെ സൂപ്പ്. ഉസ്മാൻ സൂപ്പുകൾ അവർകൾ. ഉസ്മാൻ സൂപ്പ് അവർകൾ. ഉസ്മാൻ ഞങ്ങൾക്ക് വേണ്ടി പലവിധ സാധനങ്ങളാണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. ചിക്കൻ മദ്ബി. അടുത്തതായി നമ്മുടെ മുന്നിൽ മാച്ചാൻ. തുറക്കും. പ്ലേറ്റ് എടുക്കും. പ്ലേറ്റ് എടുത്താ. അടുത്തതായി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മട്ടൻ മദ്ബി എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ്. മട്ടൻ മദ്ബി എങ്ങനെ കഴിക്കാം എന്നുള്ളതിനാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതിലേക്കായി ആദ്യമായി കുറച്ച് ഈത്തപ്പഴ അച്ചാർ. രണ്ടാമതായി ഇതിന് പേരെന്താ, മയോനൈസ്. കുറച്ച് മയോനൈസ്. നോ പ്ലേസ് മയോനൈസ് കുറച്ച് അധികം ഇടുക, കുഴച്ച് കഴിക്കാൻ. അടുത്തതായി പച്ച ചട്നി. അല്ല ചിട്ടോ യു ആർ വെരി ലവ്ലി. അടുത്ത് പച്ച ചട്നി. പച്ച ചട്നി എന്ന് പറയുന്നത് ആ എരുള്ള ഫ്ലൈക്ക്. ഇതാണ് ചില്ലി ഫ്ലൈക്ക്. എരിഞ്ഞൊരു വൈക്കാവെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വൈക്കാവട്ടെ. വൈകാട്ടെ. അടുത്തതായി ചെമ്പട്ടി നിറച്ച് ചട്നി. ചെമ്പട്ടി നിറച്ചും ചട്നി എന്തിനാണെന്നറിയോ? പ്ലീസ് ടേക്ക് ഇതെന്താ? Can you give me wine? ഇതിന്റെ മുതലാളി നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ഡീസൻ്റ് ആവട്ടെ. അത് അപ്പോൾ ഗൈസ് വീഡിയോ ഇവിടെ അവസാനിക്കണില്ല. ഇതോടെ കഴിച്ചിട്ട് ഈ രാത്രി അവസാനിക്കുകയാണ്. ബാക്കി വീഡിയോ അടുത്ത ബ്ലോഗിൽ. ടാറ്റാ.